നാട് മുഴുവൻ നിരങ്ങി ഇങ്ങനെ സിനിമയും കണ്ട് 4 നേരം ഫുഡും കഴിച്ച് ഇങ്ങനെ ജീവിക്കാൻ ഇവനൊന്നും ഒരു ഉളുപ്പില്ലെന്ന് ഞാൻ ആലോചിക്കുന്നത്. സാർ ബേസിക്കലി ഞാൻ ഒരു ആക്ടറാണ് സാർ. அந்த 5 കൊലയും ആയതും പണ്ണതേ നാന്താ. ഈ വിക്രം ചെയ്തതിനേക്കാളും നന്നായി എന്നാണ് എല്ലാരും പറയുന്നത്. നീ ആക്ടിംഗ് ക്ലാസ്സിൽ ഇൻട്രസ്റ്റ് ഉണ്ടോ? ക്ലാസ് എടുക്കാന്ന് സമയമില്ല. അയ്യോ, എടുക്കാനല്ല, അറ്റൻഡ് ചെയ്യാൻ. സിനിമയിലെ ഒരു ഗോഡ് ഫാദർ മസ്റ്റാ. സുമിത് സാർ, ഞാൻ നിന്റെ ഗോഡ് ഫാദർ ആവാം. ഇനി ഒരു കാര്യം ഞാൻ തുറന്നു പറഞ്ഞേക്കാം, ഞാൻ എന്റെ ജോലി വിട്ടു. അപ്പൊ കുടുംബത്തിനൊരു വരുമാനം വേണ്ടേ? വേണം. നിങ്ങൾക്ക് എന്നെ വേണ്ടായിരിക്കും, പക്ഷെ സിനിമയ്ക്ക് എന്നെ ആവശ്യ. പറഞ്ഞു. വെൽക്കം ടു മലയാളം സിനിമ. നമുക്ക് പട്ടി ഷോ ഇറക്കേണ്ട സമയമായി. അത് നിന്റെ രീതിക്ക് ആയിക്കോട്ടെ, പക്ഷെ ഷോ ഇറക്കണം. ഒരു മത്സരമാകുമ്പോ ഒരാൾ ജയിക്കും, ഒരാൾ തോക്കും. എന്നാലും ഇങ്ങനെ ഉണ്ടാവും ഒരു തോൽവി. ഇവിടെ ഇത്രയും പ്രശ്നമാണെങ്കിൽ ദുൽഖർ സൽമാൻ ഈ പ്രണവിന്റെ അവസ്ഥ എന്തായിരിക്കും അല്ലേ? ഓരോരുത്തർക്കും ജീവിതത്തിൽ ഒരുപാട് ആഗ്രഹങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ ഒരു പോയിന്റ് എത്തുമ്പോ നമ്മൾ തന്നെ റിയലൈസ് ചെയ്യണം അത് നമ്മൾ അർഹിക്കുന്നുണ്ടോന്ന്. ഇല്ലാന്നുണ്ടെങ്കിൽ അത് അവിടെ വെച്ച് വിട്ടേക്കണം. പിന്നെ ആഗ്രഹങ്ങൾക്ക് വേണ്ടി ജീവിക്കരുത്, ജീവിക്കാൻ വേണ്ടി ജീവിക്കണം. ജീവിതത്തിൽ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ അവർക്ക് ധൈര്യമായിട്ട് ഓടി അവരുടെ അച്ഛൻ്റെ അടുത്തേക്ക് ചെല്ലാം. അച്ഛൻ കൂടെ ഉണ്ടാവുന്നുള്ള വിശ്വാസം അവർക്കുണ്ട്. എനിക്കതില്ല. ജീവിതത്തിൽ തോറ്റു മാത്രം ശീലമുള്ള ഒരാൾക്ക് ജയിക്കാൻ ഒരു അവസരം കിട്ടിയാൽ എങ്ങനെ ഉണ്ടാവും? ഇനി ഒരു കാര്യം ഞാൻ തുറന്നു പറഞ്ഞേക്കാം, എനിക്ക് നിങ്ങളെ വിട്ട് പിരിഞ്ഞിരിക്കാൻ പറ്റില്ല. അത് തന്നെ, ഞാനൊരു ഫാമിലി മാനായി പോയില്ലേ.